ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു ന്യൂ ഡ്രാമയുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഫേസ്ലെസ് ലവിന് ശേഷം റിച്ച് സിഇഒ പുവർ ഗേൾ ലവ് സ്റ്റോറി ഒന്നും നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അത് നികർത്താനായിട്ട് ഞാൻ ഇന്നൊരു ന്യൂ ഡ്രാമയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ബെസ്റ്റ് ചോയ്സ് എവർ. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ പേര് ഹുവാന രാത്രി 10 മണിയായിട്ടും വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിന്റെ ടെൻഷൻ എല്ലാം അമ്മയ്ക്കുണ്ട്. ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ഹുവാനയുടെ ഫാദറും, എന്തിനാ നീ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നത്? അടുത്ത സ്ട്രീറ്റിലല്ലേ അവള് പോയിട്ടുള്ളത്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്നറിയും. നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്? അടുത്ത് തന്നെയുള്ള സ്ട്രീറ്റ് ആണെങ്കിലും അവൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആരെങ്കിലും അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഉപദ്രവിച്ചാലോ? നിങ്ങൾ ഇങ്ങനെ വായും പൊളിച്ചിരിക്കാണ്ട് എന്റെ മകളെ പോയിട്ടൊന്ന് അന്വേഷിക്കും മനുഷ്യാന്ന് പറഞ്ഞിട്ട് അച്ഛനായിട്ട് പെടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കും. അതേ ടൈം ഹുവാനയാണെങ്കിലോ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഇവരുടെ വീടിന് വെളിയിൽ തന്നെ കാറിലിരിക്കാണ്. ബോയ് ഫ്രണ്ടിന്റെ പേര് ലിയാങ്. അങ്ങനെ ഹുവാന ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ലിയാങ് ആണെങ്കിലോ 3 വർഷമായി നമ്മൾ ലവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്, പക്ഷെ ഒരു നൈറ്റ് പോലും നീ എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല, നീ എന്നെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന, എന്താണ് നിനക്കിപ്പോ വേണ്ടത്? റൊമാൻസ് ആണോ? ഇതിപ്പോ പബ്ലിക് പ്ലേസ് അല്ലേ എന്നിങ്ങനെ ചോദിക്കും. പബ്ലിക് പ്ലേസ് ആയാലും എന്താണ്, ഒരു കിസ് ചെയ്തു എന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞ് നിലത്തേക്ക് വീഴില്ല എന്നും പറഞ്ഞിട്ട് ലിയാങ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഹുവാനെ എന്നെ കിസ് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ഹുവാനയും റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹുവാനയുടെ അമ്മ ഇവരുടെ ഇടയിലേക്ക് ഓടി വന്ന് ഇവരെ പിരിച്ചുവിടും. എന്തൊക്കെയാടി നീ കാണിക്കുന്നത്? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. അമ്മയുടെ പുറകെ തന്നെ അച്ഛനും എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഹുവാന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന പറയും. അപ്പൊ തന്നെ അച്ഛൻ കാലെന്തോ മുട്ടിയ പോലെ, അയ്യോ എന്റെ കാല് വയ്യേ, എനിക്കിപ്പോ നടക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. ഇതിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അമ്മ ഓടി നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും. അപ്പൊ തന്നെ ഹുവാന ലിയാങ്ങിനെ നോക്കി എത്രയും പെട്ടെന്ന് ഓടിപ്പോയിക്കോ എന്നുള്ള രീതിയിൽ ഒരു സിഗ്നൽ അങ്ങോട്ട് കൊടുക്കും. ഇത് കാണുമ്പോൾ ലിയാങ്ങിനും കാര്യം പിടികിട്ടി. അമ്മ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ കാറും എടുത്ത് അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കും. അമ്മ തിരിഞ്ഞു നോക്കി, എവിടെയാണ് ആ പയ്യൻ, അവനെ കാണുന്നില്ലല്ലോ എന്ന് പറയും. അച്ഛനാണെങ്കിൽ എന്നെ ഒന്നെടുത്തോണ്ട് പോയി, എനിക്കൊട്ടും വയ്യെന്നും പറഞ്ഞ് നല്ല രീതിക്ക് ആക്ട് ചെയ്യുവാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് അമ്മയും ഹുവാനയും കൂടി അച്ഛനെയും കൊണ്ട് മുകളിലേക്ക് പോകും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഹുവാന അവളുടെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് അമ്മ അടുത്തേക്ക് വരും. എന്താടി നീ കാണിക്കുന്നത്? കാലിലൊരു സോക്സ് പോലും ഇല്ല, നിനക്ക് തണുക്കില്ലേ മോളെ എന്നും പറഞ്ഞ് ഹുവാനയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചെവിയിലായിട്ട്, നീയും ലിയാങ്ങും തമ്മി എന്തോരം പോയിട്ടുണ്ട്, നിങ്ങളുടെ ഇടയില് മറ്റു സംഭവങ്ങളെല്ലാം കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹുവാന ഒന്ന് ഷോക്കായിട്ട്, അമ്മ ഞാൻ നിങ്ങളുടെ മകളാണ്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഓ, ഞാൻ ചോദിച്ചതാണ് തെറ്റായി പോയത്. നിന്റെ ഫ്രണ്ടില്ലേ ഷിയാന, അവള് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ മാരേജ് ചെയ്ത് ഇപ്പതേ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പോ കിൻഡർ ഗാർഡനിൽ പോവാണ്. അതിന് 4 വയസ്സുണ്ട്. നിന്നെ ഒന്ന് കാണ്, നിനക്കിപ്പോ 30 വയസ്സായി. ഇനി എപ്പോ മാരേജ് ചെയ്യാനാണ് മോളുടെ ഉദ്ദേശം? നിന്റെ ബോയ് ഫ്രണ്ടില്ലേ ലിയാങ്, അവന് എങ്ങനെയുണ്ട്? വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെ ഉത്തരവാദിത്തം കാണിക്കാത്ത പയ്യനാണെങ്കിൽ നീ അവനെയും കൊണ്ട് മുന്നോട്ട് പോവണ്ട. അവനെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ടേ വേറെ നല്ല പയ്യന്മാരെ കണ്ടെത്തി മാരേജ് ചെയ്യാനായിട്ടുള്ള വഴി നോക്കുന്നു പറയും. ഇനിയും അമ്മേനെ സംസാരിക്കാനായിട്ട് വിട്ടാ വേറെ ഏതെങ്കിലും റേഞ്ചിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ഹുവാനയും, ഓക്കെ അമ്മ, അമ്മയുടെ ഒപ്പീനിയൻ ആണ് എനിക്ക് വേണ്ടിയിരുന്നത്. നാളെ തന്നെ ഞാൻ ലിയാങ്ങിനോട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയാം. എന്നിട്ട് സംസാരിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയും. അപ്പൊ തന്നെ അമ്മക്കും ഹാപ്പിയായി. പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ച്, എനിക്ക് നിന്റെ ലൈഫല്ലേ ഇമ്പോർട്ടന്റ്, നീ നന്നായി കണ്ടാ മാത്രം മതി എന്നും പറഞ്ഞ് അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ അച്ഛനും അമ്മയും ഉറങ്ങിയതിന് ശേഷം ആരും അറിയാണ്ട് കിച്ചണിലേക്ക് പോയി നിന്ന് പുള്ളിക്കാരി കേക്കൊക്കെ ബേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ലിയാങ്ങിന്റെ അടുത്ത് നിന്നും കോള് വരും. അതും ഒരു വീഡിയോ കോള്. നിന്റെ അമ്മ എന്നെ കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കും. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല, എന്നാലും എന്റെ അമ്മക്ക് നല്ല ഇംപ്രഷൻ അല്ല നിന്റെ മേത്തുള്ളത്. അതുകൊണ്ടേ ഒരു ദിവസം ഫിക്സ് ചെയ്, എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ, ഒഫീഷ്യലായിട്ട് എന്റെ അമ്മേനെയും അച്ഛനെയും പരിചയപ്പെടാന്ന് പറയും. അയ്യോ, ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഈ ടെൻഷൻ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അയ്യോ, ഗെയിം കളിക്കാനോ? നാളെ നിനക്ക് ഓഫീസ് ഉള്ളതല്ലേ, അപ്പോ ഗെയിം ഒന്നും കളിക്കണ്ട, മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുന്ന പറയും. ആ, എന്തായാലും എന്റെ ഡാർലിങ് പറഞ്ഞതല്ലേ, അപ്പൊ ഞാനത് എന്തായാലും അനുസരിച്ചോളാം. അല്ല നീ ഇപ്പോ കിച്ചണിലിരുന്ന് എന്താ ഉണ്ടാക്കുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനേ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒരു കേക്ക് ബേക്ക് ചെയ്തോണ്ടിരിക്കാന്ന് പറയും. ഓ, എന്തൊരു സ്വീറ്റ് ആയിട്ടുള്ള മകളാണ് നീ, നിന്നെ പോലുള്ള ഒരു മകളെ അവർക്ക് കിട്ടിയില്ലേ, അവരെന്തോ ഭാഗ്യം ചെയ്തവരാണെന്നും പറഞ്ഞിട്ട് ലിയാങ്ങും കോളൊക്കെ കട്ട് ചെയ്ത് പോകും. ആക്ച്വലി നെക്സ്റ്റ് ഡേ ഇവര് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിയാങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഹുവാന കേക്ക് ബേക്ക്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ബേക്ക് ചെയ്ത കേക്കും അവരുടെ ബാഗൊക്കെ എടുത്ത് സമയമില്ലാണ്ട് ഓടി പുറത്തേക്ക് വരും. അങ്ങനെ ധൃതി പിടിച്ച് ഓടുമ്പോഴാണ് ഓഫീസിൽ നിന്ന് ഒരു കോള് വരുന്നത്. വരുന്ന വഴിക്ക് ഒരു വാട്ടർമെലൻ വാങ്ങാനായിട്ടാ പറയുന്നത്. സമയമില്ല, എന്നാലും പുള്ളിക്കാരി ഒരു വാട്ടർമെലനൊക്കെ ആയിട്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴോ ലിഫ്റ്റ് ക്ലോസ് ആവാനായിട്ട് പോവാണ്. അയ്യോ, ലിഫ്റ്റ് ക്ലോസ് ചെയ്യില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരി നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അങ്ങനെ പയ്യെ ലിഫ്റ്റും ഓപ്പൺ ആകും. അപ്പോഴാണ് നമ്മുടെ ഹീറോന്റെ ഇൻട്രൊഡക്ഷൻ. ഹീറോന്റെ പേര് മിങ്. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കാണ്. അങ്ങനെ ഹുവാനയും ലിഫ്റ്റിലേക്ക് കയറാൻ നിന്ന ഉടനെ തന്നെ അമ്മയുടെ അടുത്ത് നിന്നും കോള് വരും. എന്താ അമ്മ വിളിച്ചത്? ഞാൻ ലിഫ്റ്റിലാണെന്ന് പറയും. അല്ലടി, നൈറ്റ് ഞാൻ ചോദിച്ചതിനുള്ള ആൻസർ നീ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ ചോദിക്കുന്നതോ ലിഫ്റ്റിലുള്ള എല്ലാവരും തന്നെ കേൾക്കും. ഇത് മനസ്സിലാക്കിയ ഹുവാനയും ഭയങ്കര ചമ്മി നാറി ഫോണും കട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആകും. എല്ലാവരോടും ഒന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ മിങ് പുറത്തേക്ക് ഇറങ്ങും. പോകുന്ന വഴി ഹുവാനയുടെ ആ ഒരു കേക്കിന്റെ ബോക്സ് തട്ടി മിങ്ങിന്റെ കയ്യിൽ കുറച്ച് അഴുക്കാവുന്നുണ്ട്. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങും. പക്ഷേ ഹുവാനക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ നേരെ മിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. സോറി സാർ, എന്റെ ബോക്സ് തട്ടി നിങ്ങളുടെ കയ്യിൽ അഴുക്കായിട്ടുണ്ട്. ദേ എന്റെ കയ്യിൽ അഴുക്ക് കളയുന്ന പെന്നാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ് എനിക്ക് തന്നാ അത് ഞാൻ കളഞ്ഞു തരാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് കൈയും കാണിച്ച് മിങ്ങ് നിൽക്കും. അപ്പൊ തന്നെ ഹുവാന ആ ഒരു പെന്ന് കൊണ്ട് അഴുക്കൊക്കെ കളഞ്ഞ് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കും. അപ്പൊ തന്നെ മിങ്ങ് കുറച്ച് ക്യാഷ് എടുത്ത് നീട്ടിയിട്ട് ഈ ടിപ്സ് വെച്ചോന്ന് പറയും. ഇല്ല സാർ, എനിക്ക് വേണ്ട. ഞാൻ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. ഞങ്ങളുടെ റൂൾ ബുക്കിൽ പോലും ഉണ്ട് ടിപ്സ് ഒന്നും വാങ്ങാൻ പാടില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് വേണ്ട. നിങ്ങൾ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ടല്ലേ വന്നത്. ഹാവ് എ നൈസ് ഡേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലിയാങ്ങിന്റെ വീട്ടിലേക്ക് ലിയാങ്ങിനെ കാണാനായിട്ട് അവന്റെ അമ്മ കയറി വരും. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് എവിടെ വെക്കണോന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ അതെന്തായാലും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് അത് വെക്കാനായിട്ട് പോകുമ്പോ ഒരു ബാച്ചിലറിന്റെ വീട്ടില് എങ്ങനെയാണോ ഫ്രിഡ്ജ് ഇരിക്കേണ്ടത് അങ്ങനെയല്ലാണ്ട് നേരെ വിപരീതമായിട്ട് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അതുമല്ലാണ്ട് വീട് മൊത്തം ക്ലീൻ ആണ്. എന്താടാ ഇത്, നിനക്കിപ്പോ അമ്മയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കും. ഹുവാന എന്റെ കൂടെ ഉണ്ടല്ലോ അമ്മ, അപ്പൊ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലാന്ന് പറയും. പക്ഷെ അമ്മക്ക് ഹുവാനേന അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. കാണുമ്പോ തന്നെ നല്ല റിച്ച് ലുക്കുമുണ്ട്. അവരാണെങ്കിലോ ഹുവാനയുടെ പേര് കേൾക്കുമ്പോ തന്നെ ഏതാ ചേരിയിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ, ഹുവാന നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്നും പറഞ്ഞിട്ട് ലിയാങ്ങും ഒന്ന് ഒച്ചയെടുക്കും. എന്താടാ നീ പറയുന്നത്? നമ്മുടെ കുടുംബത്തിനെ പറ്റി അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതാണമ്മ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഈ കാര്യം അവളുടെ അടുത്ത് പറയുമ്പോ അവളെങ്ങനെ അതെടുക്കും? കോടിക്കണക്കിന് സ്വത്തും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇവളിതറിയുമ്പോ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള പേടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തായാലും ഹുവാന നല്ലൊരു പെൺകുട്ടിയാണമ്മ, അവളെ പറ്റി കുറ്റം പറയാണ്ട് അമ്മ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നും പറഞ്ഞ് അമ്മേനെ പറഞ്ഞഴക്കും. അതേ ടൈം ഹുവാന യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്ത് ഓഫീസിലേക്ക് ചെല്ലും. ഇപ്പോ അവിടെ ഒരു കോൺഫറൻസ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഇൻചാർജിന്റെ അടുത്തേക്ക് ചെന്ന് നിന്ന് കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഇൻചാർജും അയ്യോ ഞാൻ ഈ ഒരു ടൈമിന് കേക്ക് വാങ്ങാനായിട്ട് വിട്ടുപോയി എന്ന് പറയും. ഇത് കേൾക്കുന്ന ഹുവാനയുടെ ഫ്രണ്ടും അന്നാ അടുത്ത് തന്നെയുള്ള ഷോപ്പിലേക്ക് ഞാൻ ഓർഡർ കൊടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓർഡർ കൊടുത്താൽ വരാൻ ഒരുപാട് നേരം വൈകുമല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഫ്രണ്ടും ഹുവാന കൊണ്ടുവന്ന് വെച്ച ആ ഒരു കേക്ക് ബോക്സ് കാണും. ഇത് നമുക്ക് യൂസ് ചെയ്താലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാന അയ്യോ അത് വേണ്ട, ഇത് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, അവന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും അതിലുണ്ട്, അതുകൊണ്ട് അത് എടുക്കണ്ടെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് അവരും അത് വിടും. ആ ടൈമിന് ഹുവാനക്ക് ഒരു കോള് വന്നത് കൊണ്ട് പുള്ളിക്കാരി കോളും അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് പോകും. പക്ഷെ ആ ഇൻചാർജിനാണെങ്കിലോ ഫുൾ ഓൺ ഫുൾ കണ്ണ് ആ ഒരു കേക്കിലാണുള്ളത്. അങ്ങനെ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരി അകത്തേക്ക് കയറി വരും. ഹുവാന വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഇൻചാർജ് അവിടെ വന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മിങ്ങാണ്. മിങ്ങാണെങ്കിലോ ആ കേക്ക് കണ്ട് ഈ കേക്ക് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാന അത് എന്റെ കേക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ മിങ്ങിന് ആകെ ടെൻഷൻ ആകും. നിങ്ങൾക്കൊക്കെ വിവരം ഇല്ലേ എന്തായി കാട്ടി വെച്ചിട്ടുള്ളത്? ഇപ്പൊ ഏതെങ്കിലും ഗസ്റ്റ് കയറി വന്ന ആ ഒരു കേക്കല്ലേ ആദ്യം കാണുക, അതുമല്ലാണ്ട് ആ കേക്കില് എന്തോ കുന്ത്രണ്ടം എഴുതിയും വെച്ചിട്ടുണ്ടെന്ന് പറയും. അതും ഭയങ്കര ദേഷ്യത്തില്. ആ ടൈമിന് എല്ലാവരും ഹുവാനേനെ നോക്കി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ആ കേക്കിലാണെങ്കിലോ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യണോന്നും പറഞ്ഞ് ലിയാങ്ങിനായിട്ടുള്ള മെസ്സേജ് ആണ് അതിലെഴുതി വെച്ചിട്ടുള്ളത് പോലും. അതേ ടൈം ഇൻചാർജ് പെണ്ണാണെങ്കിലോ ഹുവാനയുടെ ഫ്രണ്ടാണ് ഇതിവിടെ എടുത്ത് വെച്ചെന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ തലയിലേക്ക് എല്ലാ കുറ്റവും എടുത്തിടും. എന്തായാലും ഇൻചാർജ് കാരണം തന്റെ ഫ്രണ്ടിന്റെ ജോലി പോവുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഹുവാനയും അത് ഏറ്റെടുക്കാനായിട്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മിങ്ങാണെങ്കിലോ നിനക്കിനി ഇവിടെ ഒരു ജോലിയില്ല, എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്ത്
പോയിക്കോന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ മീറ്റിംഗും ആരംഭിക്കും. ഞാനാണിപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻചാർജ്. കഴിഞ്ഞ വർഷത്തെക്കാളും ഡബിൾ മടങ്ങ് ഏർണിങ്സ് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സ്പീച്ച് ഒക്കെ കൊടുക്കും. മിങ്ങിന്റെ ഓപ്പോസിറ്റ് തന്നെ ഈ കമ്പനിയുടെ CEO ഇരിക്കുന്നുണ്ട്. മിങ് പറയുന്ന പോലെ എല്ലാം പെട്ടെന്നൊന്നും മാറ്റാനായിട്ട് പറ്റില്ല. MS എന്നുള്ളൊരു കമ്പനിയാണ് നമ്മുടെ ഈ ഹോട്ടലിലേക്കുള്ള ഫർണിച്ചേഴ്സും ഒരുപാട് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ കോൺട്രാക്ട് ആണ് ആദ്യം ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും ഇപ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കണ്ട, പോകെ പോകെ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാന്നും പറഞ്ഞിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്തൊക്കെ നിർത്തും. അതേ ടൈം പുറത്ത് നമ്മുടെ ഹുവാന മിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആദ്യം ആ CEO ആണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇവളെ കണ്ടിട്ടും വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് ഇതിലെ ആറ്റിറ്റ്യൂഡ് ഇട്ട് മുന്നോട്ട് നടന്നു പോകും. അതിനുശേഷം മിങ് പുറത്തേക്ക് ഇറങ്ങി വരും. വേഗം തന്നെ ഹുവാന മിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. സോറി സാർ, എനിക്കൊരു ചാൻസും കൂടി തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് ഓൾറെഡി ഞാനൊരു ചാൻസ് തന്നു കഴിഞ്ഞു. നീയല്ല ആ ഒരു കേക്ക് അവിടെ വെച്ചതെന്ന് എനിക്കറിയാം. അത് നിനക്ക് തുറന്നു പറഞ്ഞുകൂടായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിന് ഹുവാനയുടെ ടീം ലീഡറും ഓടി മിങ്ങിന്റെ അടുത്തേക്ക് വരും. പ്ലീസ് സാർ, ഈ പെൺകുട്ടീനെ പറഞ്ഞഴക്കരുത്, ഉള്ളതിൽ വെച്ച് ബെസ്റ്റ് എംപ്ലോയി ഇവളാണെന്ന് പറയും. അപ്പൊ തന്നെ മിങ്ങും അങ്ങനെയാണെങ്കിൽ താങ്കളാ ഇവൾക്ക് പകരം ഞാൻ പറഞ്ഞഴക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ ഒന്നും പറയാനായിട്ട് ആർക്കും തന്നെ പറ്റുന്നില്ല. അപ്പൊ തന്നെ ഹുവാനയും ഓക്കെ സാർ, എന്റെ ഭാഗത്ത് നിന്നാണ് മിസ്റ്റേക്ക് വന്നത്, അതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. അങ്ങനെ നേരെ ലിയാങ്ങിനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. ലിയാങ്ങിന്റെ അടുത്ത് എല്ലാ കാര്യവും പറയും. ഇത് കേൾക്കുമ്പോ ലിയാങ്ങും എന്റെ ഡാർലിങ്ങിനെ ചീത്ത പറയാനായിട്ട് അവൻ എന്ത് ധൈര്യമുണ്ട്, അവൻ എന്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ അവനിട്ട് ശരിയാക്കാം. അയ്യോ എന്റെ ഡാർലിങ് വെയിൽ കൊണ്ട് വീർക്കുവാണല്ലോ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കയ്യിലിരുന്ന മൊബൈൽ കൊണ്ട് നമ്മുടെ ഹുവാനക്ക് വീശിയൊക്കെ കൊടുത്തോണ്ടിരിക്കും. എന്തായാലും ജോലി പോയി എന്നും പറഞ്ഞ് സങ്കടപ്പെടണ്ട, ഇനി മുതൽ നീ ജോലിക്ക് പോവണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാന്ന് പറയും. പിന്നെ നീ വാങ്ങുന്ന സാലറി വെച്ച് ഒരു കുടുംബം റൺ ചെയ്തുകൊണ്ട് പോവാനൊന്നും പറ്റില്ല, അതിന് ഞാനും കൂടി സമ്പാദിച്ചേ മതിയാവുള്ളൂ. എന്തായാലും ഒരു ചാൻസും കൂടി നോക്കാം, ഒരു തവണ കൂടി അയാളുടെ അടുത്തൊന്ന് സംസാരിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കും. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്ക് മിസ്സായി, അതോർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറയും. ഇത് നീ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയോ? ഇത് കേട്ടിട്ട് തന്നെ എന്റെ വായില് വെള്ളം ഊറുന്നുണ്ട്, എനിക്കെന്തോ അത് കഴിച്ച ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് ഇങ്ങനെ പറയും. ഓഹോ, അത്രയ്ക്കും കൊതിയനാണോ നീ? അല്ല, നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ഗിഫ്റ്റാ കൊണ്ടുവന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയാങ്ങും ബാഗിൽ നിന്ന് ഒരു സൺഫ്ലവറിന്റെ ടോയ് എടുക്കും. ഐ ലവ് യു ഹുവാന, ഐ ലവ് യു ഹുവാന എന്നുള്ള സൗണ്ടും കൂടി അതിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ പുള്ളിക്കാർക്ക് ഭയങ്കര ഹാപ്പി ആകും. ഈ ടോയ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും. അപ്പൊ നിനക്ക് ഈ ടോയ് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെനിക്ക് പ്രൂവ് ചെയ്ത് തരണം, അതിന് വേണ്ടിയിട്ട് ഒരു കിസ് ദാ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കും. ഇത് കാണുമ്പോ ഹുവാനയും കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് ഇങ്ങനെ വരും. കറക്റ്റ് ആയിട്ട് അപ്പോ ഹുവാനയുടെ ഫോണില് അമ്മ കോള് ചെയ്യും. ഇത് കാണുമ്പോ ലിയാങ്ങിന് ടെൻഷൻ ആകും. എന്താടി ഇത്, നിന്റെ അമ്മക്ക് പാമ്പിന്റെ കാതാണോ? എത്ര ദൂരം നിന്നാലും നമ്മൾ ഒരുമിച്ചിരിക്കുവാണെന്ന് പുള്ളിക്കാര് മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്ന് പോടാ, എന്റെ അമ്മ പാവമാണ്, എന്തൊക്കെ വന്നാലും സ്വന്തം മകളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഒരു അമ്മ നിൽക്കുള്ളൂ. എന്തായാലും അമ്മയുടെ കോള് ഞാൻ എടുക്കുന്നില്ല, വാ നമുക്ക് കറങ്ങാൻ പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഡേറ്റിങ്ങിനായിട്ട് ഇറങ്ങും. അതേ ടൈം മിങ് ഒരു ഹോട്ടലിലേക്ക് വന്നേക്കുവാണ്. അവിടെ ആ ഒരു ലേഡി CEO ഉണ്ടല്ലോ, മിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ മിങ്ങിനെ കാണുമ്പോ തന്നെ നീ എന്തായാലും ഇന്ന് നല്ല രീതിക്ക് ആക്ട് ചെയ്തു, എന്റെ ഫ്രണ്ടാണോ ഇങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചേന്ന്. അതെ, അതുമല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മ ഒരു ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ഗിഫ്റ്റും കൂടി കയ്യിലേക്ക് കൊടുക്കും. നിന്നെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് അയച്ചത് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്, അതിന്റെ കൂടെ ഈ ഒരു ഗിഫ്റ്റും കൂടി, അതുമല്ലാണ്ട് എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് പറയും. എന്തായാലും ആന്റി ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്പനി നിങ്ങളുടെ വരുതിയിൽ ഞാൻ എത്തിച്ച് തന്നേക്കാന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിനക്ക് പ്രൊമോഷൻ തരുന്ന കാര്യവും ഞാൻ ഏറ്റു. അല്ല, ഏത് കമ്പനിയിലാണ് നീ ആദ്യം കൈവെക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ മിങ്ങും MS കമ്പനിയിലാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ CEO ലേഡി പോലും ഒന്ന് ഷോക്കാകും. അതെന്താണ് നീ ഫസ്റ്റ് തന്നെ അവിടെ കൈവെക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അതല്ലേ ഏറ്റവും വലിയ കമ്പനി, അതിൽ കൈവച്ചാലല്ലേ മറ്റുള്ളവരൊന്ന് പേടിക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്, എന്നാലേ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരും. നിനക്ക് എന്തായാലും ഒരു ഡ്രൈവറിന് ആവശ്യമല്ലേ, ഇത് ദേ എന്റെ ഡ്രൈവറാണ്, നീ ഇയാളെ എടുത്തോ, ഇയാള് എവിടെ വേണേലും നിന്നെ കൊണ്ടുപോയി ആക്കിക്കോളൂ എന്ന് പറയും. ഈ ഡ്രൈവർ വേറെ ആരുമല്ല, നമ്മുടെ ഹുവാനയുടെ ഫാദർ ആണ്. ഇത് കേൾക്കുന്ന ഫാദറും ഓക്കെ സാർ, നിങ്ങളെ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയി ആക്കാന്നും പറഞ്ഞിട്ട് കാറിന്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ മിങ് ഫിഷിങ്ങിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലേക്ക് ചെല്ലും. അവിടെ ഓൾറെഡി നമ്മുടെ ഹുവാന നിൽക്കുന്നുണ്ട്. എന്തോ യാദൃച്ഛികമായിട്ട് കാണുന്ന പോലെ ആക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഹുവാന നേരെ മിങ്ങിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്കും. അയ്യോ സാർ, നിങ്ങൾ എന്താ
ഇവിടെ? എന്തായാലും കോയിൻസിഡൻസ് ആയി എന്ന് പറയും. എന്ത്, നീ ശരിക്കും എന്നെ ഫോളോ ചെയ്ത് വന്നതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സാർ, അങ്ങനെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതല്ല. നിങ്ങൾക്ക് ഫിഷിംഗ് ഒക്കെ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ അതിന്റെ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും വാങ്ങി നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയും. എനിക്ക് നിന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട, എനിക്കറിയാം സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങാനെന്നും പറഞ്ഞിട്ട് മിങ് നേരെ ബില്ല് ചെയ്യാനായിട്ട് പോകും. ആ ടൈമിന് മിങ്ങിന് ഫോണിലേക്ക് ഒരു കോള് വരും. അതെടുത്ത് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരന് ബില്ല് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ചാൻസ് യൂസ് ചെയ്ത് നമ്മുടെ ഹുവാനും ബില്ലൊക്കെ ചെയ്ത് മിങ്ങിന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കും. ഫോണിലാണെങ്കിലോ ആരോ മിങ്ങിന്റെ അടുത്ത് ദേശാൻ കമ്പനി ഉണ്ടല്ലോ പെട്ടെന്നൊരു ടെൻഡർ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 1 അവറിനുള്ളില് നീ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തണമെന്ന് ഇങ്ങനെ പറയും. എന്ത്, 1 അവറിനുള്ളിലോ? അത് ഞാൻ എങ്ങനെ എത്തുമെന്ന് ഇങ്ങനെ ചോദിക്കും. 1 അവറിനുള്ളിൽ തന്നെ നീ എത്തിയേ പറ്റുള്ളൂ. അതുമല്ലാണ്ട് ഒരു ഇൻഫർമേഷനും കൂടി ഞാൻ തരാം. ആ ദേശാൻ കമ്പനിയുടെ ഓണറിന്റെ പേരക്കുട്ടി ഉണ്ടല്ലോ മിസ്റ്റർ ലിയാങ്, പുള്ളിക്കാരൻ ലവ് ചെയ്യുന്നത് നിന്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഹുയാൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടീനെയാണെന്ന് പറയും. ഓ, അതിന്റെ ഇടക്ക് ഇതും കൂടി ഉണ്ടോന്നും പറഞ്ഞിട്ട് മിങ്ങും ഒന്നും പറയണ്ട് മുന്നോട്ട് നടക്കും. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് കാറിന്റെ അടുത്തേക്ക് എത്തും. ആ ടൈമിനാണ് ഹുയാൻ തന്റെ അച്ഛനെ കാണുന്നത്. അച്ഛ, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കും. മോളെ, ഞാൻ ഈ സാറിന്റെ ഡ്രൈവറാണെന്ന് പറയും. ഓ, അങ്ങനെയാണോന്നും പറഞ്ഞ് നിൽക്കുമ്പോ തന്നെ മിങ്ങാണെങ്കിലോ ഹുവാനയുടെ അച്ഛന്റെ അടുത്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സാർ, 1 അവറിനുള്ളിൽ ഒരിക്കലും മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. ഭയങ്കരമായിട്ട് ട്രാഫിക് ഉള്ളതല്ലേ, ഏകദേശം 2 അവർ എടുക്കുമെന്ന് പറയും. അപ്പൊ തന്നെ ഹുയാനും എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞിട്ട് മിങ്ങിനെയും കൂട്ടി നേരെ മെട്രോയിലേക്ക് ചെന്ന് കയറും. അവിടെയാണെങ്കിലോ ഭയങ്കര തിക്കും തിരക്കും. ഇതുവരെ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം പോലും മിങ്ങ് കണ്ടിട്ടില്ല. അതിന്റെ ദേഷ്യം എല്ലാം മിങ്ങിന്റെ ഫേസിലുമുണ്ട്. അപ്പൊ തന്നെ ഹുവാനെയും, എന്തായാലും നമ്മള് മെട്രോയിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 40 മിനിറ്റിനുള്ളിൽ നമുക്ക് മെയിൻ സ്ഥലത്ത് എത്താം. പിന്നെ അവിടെ നിന്ന് ഒരു റെന്റൽ സൈക്കിൾ എടുത്താൽ 10 മിനിറ്റിൽ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്താന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ദേഷ്യം കയറും. എന്ത് റെന്റൽ സൈക്കിളോ എന്നും പറഞ്ഞിട്ട് ഒന്ന് ഷോക്ക് ആകും. ആ ടൈമിന് ഹുവാനെയാണെങ്കിലും ഈ ചാൻസ് വിട്ടാ വേറെ ചാൻസ് കിട്ടില്ല എന്നും പറഞ്ഞ് കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഞാൻ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തിച്ചാ എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, എന്തായാലും നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ കറക്റ്റ് ടൈമിന് മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തുവാണെങ്കിൽ നിനക്ക് ഞാനൊരു ചാൻസ് തന്നേക്കാന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്കും ഹാപ്പി ആകും. താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് ഹുവാനയുടെ ബാക്കിൽ നിന്ന് എല്ലാവരും കൂടി ഒരു തള്ളു കൊടുക്കും. തിക്കും തിരക്കും ഒക്കെ ആണല്ലോ. ആ ഒരു തള്ളില് ഹുവാന ചെന്ന് വീഴുന്നത് മിങ്ങിന്റെ മേത്താണ്. അയ്യോ സോറി സാർ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, തിക്കിന്റെ തിരക്കിൽ പെട്ട് വീണു പോയതാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഇവരിറങ്ങേണ്ട സ്റ്റേഷനിലും എത്തും. പുറത്തിറങ്ങി രണ്ടുപേരും ഓരോ സൈക്കിളും റെന്റിനെടുക്കും. അങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി 15 മിനിറ്റിന് മുന്നേ തന്നെ ഇവര് മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തും. കണ്ടോ സാർ, ഇനിയും 15 മിനിറ്റ് ഉണ്ട്, അപ്പോ എനിക്കൊരു ചാൻസ് തരില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ, നിനക്ക് ഞാനൊരു ചാൻസ് തന്നിരിക്കുന്നു. നാളെ എന്നെ കാണാനായിട്ട് ഒരാൾ വരും. അയാളെ മീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. എനിക്ക് പകരം നീ അയാളെ മീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിക്കൊള്ളണമെന്ന് അറിയും. ആ ഓക്കെ സാർ, ഞാനിത് എന്തായാലും സക്സസ്ഫുൾ ആക്കുമെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെന്നിരുന്ന് അവിടെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ പയ്യെ അമ്മ അകത്തേക്ക് കയറി വരും. നീലി അങ്ങനെ അടുത്ത് സംസാരിച്ചോ, ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞോ, അവനെ എപ്പോ വരുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ അമ്മ, എനിക്കിപ്പോ വർക്ക് ഓവറാണ്, അതിനിടയിലെ എനിക്ക് അവനോട് സംസാരിക്കാനായിട്ടുള്ള ടൈം കിട്ടിയില്ല എന്ന് പറയും. എന്താടി നീ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കോള് ചെയ്യാൻ പോലും ഉള്ള ടൈം ഇല്ലെന്നോ? ഞാൻ പറഞ്ഞതല്ലേ, അവനെ കണ്ടപ്പോ തന്നെ അവനൊരു ഉത്തരവാദിത്വവും ഇല്ലാന്ന്. ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞ നിനക്ക് എന്താടി പ്രോബ്ലം എന്നും ചോദിച്ചു ഒരുപാട് ചീത്തയൊക്കെ പറയും. അപ്പൊ തന്നെ അച്ഛനും അവൾക്ക് ഇഷ്ടമുള്ള കാര്യം അവള് ചെയ്യട്ടെ, നീ എന്തിനാണ് അവൾക്ക് ഇത്രക്ക് പ്രഷർ കൊടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവൾക്ക് വയസ്സേ 30ആയി. അവളുടെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുവാണ്. ഇനിയും വെയിറ്റ് ചെയ്താ അവൾ എപ്പോഴാ മാരേജ് ചെയ്യുക? നമുക്കൊരു പേരക്കുട്ടീനെ കൊഞ്ചിച്ച് വളർത്തണ്ടേ? നമ്മൾ ചാവുമ്പോഴാണ് അതൊക്കെ കിട്ടണ്ടേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് പുള്ളിക്കാരിയും ലിയാങ്ങിന് മെസ്സേജ് അയക്കും. നാളെ നീ ഫ്രീ ആണെങ്കിൽ എന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാന്ന് പറയും. ഇത് കേൾക്കുമ്പോ പുള്ളിക്കാരിക്ക് ഒരുപാട് ഹാപ്പി ആകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ലിയാങ് അവന്റെ അച്ഛനെയും എടുത്ത് കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫാദറും, എന്താ നീ എന്റെ കൂടെ ഡ്രൈവറായിട്ടാണോ വന്നത്? നിന്നെ വിളിച്ചത് ഡ്രൈവർ ആവാൻ വേണ്ടിയിട്ടല്ല, മര്യാദക്ക് എന്റെ കൂടെ മീറ്റിങ്ങിനായിട്ട് വന്നോളൂ എന്ന് പറയും. ആക്ച്വലി ഇവരിപ്പോ പോകുന്നത് ഹുവാന വർക്ക് ചെയ്യുന്ന ആ ഹോട്ടലിലേക്ക് മിങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങാനും അതിലേക്ക് കയറുമ്പോ ഹുവാന തന്നെ കണ്ടുപിടിച്ചാലോ എന്നുള്ള പേടിയില് പുള്ളിക്കാരൻ ഒരു മാസ്ക് എടുത്ത് വെക്കും. ഡാഡ്, നല്ല കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് മാസ്ക് വെച്ചേക്കുന്നതെന്ന് പറയും. ആ ഓക്കേടാ, എന്തായാലും നീ അകത്തേക്ക് വാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നടന്നു പോകും.
ലിയാങ് ആണെങ്കിലോ പമ്മിയാണ് വരുന്നത്. ആ ടൈമിന് ഹുവാന ലിയാങ്ങിന്റെ ഫാദറിനെ കാണും. നേരെ പുള്ളിക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ഞങ്ങളുടെ ബോസ് ഇന്ന് ഫ്രീ അല്ല, ഒരു മീറ്റിങ്ങിനായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെയല്ല, പരിചയപ്പെടുത്തി തരാന്നും പറഞ്ഞിട്ട് ഹുവാന ഫാദറിനെ പരിചയപ്പെടും. ആ ടൈമിനാണ് ലിയാങ്ങും ഹുവാന ഉണ്ടോ എന്ന് പേടിച്ച് നടന്നു വരുന്നത്. അപ്പൊ തന്നെ ഫാദറും ആ മോളെ ദേ വരുന്നതാണ് എന്റെ മകൻ, ഇവന്റെ പേര് ലിയാങ് എന്ന് പറയും. ഈ പേര് കേട്ട് ഷോക്കായിട്ട് ലിയാങ്ങിനെ നമ്മുടെ ഹുവാന തിരിഞ്ഞു നോക്കും. പിന്നെ വേറെ നിവൃത്തിയില്ലാണ്ട് ലിയാങ്ങും ഫേസിലിരിക്കുന്ന മാസ്ക് ഒക്കെ മാറ്റി ഹായ് ഹുവാന, ഞാനാണ് ലിയാങ് എന്ന് പറയും. എന്താണ് നീ ഇവിടെ എന്നും പറഞ്ഞിട്ട് ഹുവാന ഭയങ്കര ഷോക്കായിട്ട് ലിയാങ്ങിനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. എന്താണല്ലേ, ഓൾറെഡി ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ഹുവാനക്കുണ്ട്. അപ്പോ എങ്ങനെയായിരിക്കും ഹീറോയുമായിട്ടുള്ള ലവ് ട്രാക്ക് വരുന്നത്? എന്തായാലും വരുന്ന എപ്പിസോഡിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.